നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അയാൾക്ക് കുറെ പണം കൊടുത്തു. അയാളത് കൊണ്ടുപോകുന്നറിയില്ല. കൊണ്ടുപോയില്ലെങ്കിലും വേണ്ട. അയാളുടെ കുടുംബത്തിന്റെ കാര്യം എപ്പോഴും എൻ്റെ ശ്രദ്ധയിലുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിച്ചാൽ മതിയല്ലോ. സൂര്യ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് നന്ദിനെ അങ്ങനെ അങ്ങ് പിരിയാൻ പറ്റുമോ? എത്ര കാലമായിട്ട് കാണുന്നടാ നിന്നെ. നന്ദിനി വന്നതിന് ശേഷം നീ എത്രയോ മാറിയിട്ടുണ്ട്. മദ്യപാനത്തിന്റെ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയ പഴയ സൂര്യ തിരിച്ചു വന്നില്ലേ? അതിന്റെയൊക്കെ പുറകിൽ നന്ദിനി ഒരാളല്ലേ? അതെ വിവേകെ, അക്കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പ്രവർത്തിക്കാനുള്ള ഊർജം അതൊക്കെ തിരിച്ചെടുത്ത അയാൾ തന്നെയാ. പക്ഷേ പകരം ഞാൻ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ ജീവിതം നിർബന്ധപൂർവ്വം പിടിച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് മനുഷ്യത്വം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നിർബന്ധിച്ചപ്പോ, അച്ഛൻ നിർബന്ധിച്ചപ്പോ അയാൾ പോകാറുന്നത് സത്യം. അത് പക്ഷേ കുറെ കാലം അവരുടെ കുടുംബത്തിന് ശമ്പളം കൊടുത്ത മുതലാളിയുള്ള സ്നേഹമാണ്, കടപ്പാട്. ആ കടപ്പാട് മുതലെടുത്തുകൂടാ. അയാൾ പോട്ടടാ. ഒരു താലി കെട്ടി അതിന് പുറകെ അത് രജിസ്റ്റർ ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? എനിക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഒരു ഉപകരണം മാത്രം. നീ വിഷമിക്കില്ലേ? കരയാതിരിക്കുക. സങ്കടമുണ്ടാ. ഇനി മുതല് ആ വീട്ടിൽ ഞാൻ തനിച്ചായിരിക്കും. ആ മുറിയിൽ ഞാൻ തനിച്ചായിരിക്കും. ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഞാൻ തനിച്ചായിരിക്കും. എന്നിട്ട് എന്തിനാടാ പോവാൻ പറഞ്ഞത്? നന്ദിനി നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെയൊക്കെ ആഗ്രഹം അതാടാ. ഞാനിനി എന്റെ തീരുമാനം തിരുത്തില്ല വിവേക്. അയാൾ ചെയ്ത എല്ലാ നന്മയ്ക്കുള്ള കൂലിയായിട്ടാ അയാൾക്ക് ഞാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം. എനിക്ക് പേടിയുണ്ട് വിവേകെ. എന്നോടുള്ള ദേഷ്യം മുഴുവൻ എല്ലാവരും തീർക്കുന്ന അയാളോടാ. എന്റെ വീട്ടിൽ കിടന്ന് അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എന്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാത്തിനും കൊന്നു തീർക്കണം തോന്നില്ല എനിക്ക്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ എല്ലാം സ്വസ്ഥമായിട്ട് തീരും. തുടർന്നു പോയാല് അയാളുടെ വേദന മാത്രമായിരിക്കും എനിക്ക് കണ്ടി വരിക. നല്ലവളാടാ, നല്ലത് മാത്രം ചിന്തിക്കാൻ അറിയുന്ന ഒരുത്തിയ അവള്. സൂര്യോടൊപ്പം അല്ല കഴിയേണ്ടത്. വേറെ എവിടെയോ അവക്ക് വിധിച്ചൊരു സ്വർഗമുണ്ട്. സൂര്യ, പൊയ്ക്കോളും. ഉറപ്പായിട്ടും പൊയ്ക്കോളും. എനിക്കിനി ആരുമില്ല.
ഒരു ജന്മം മുഴുവനും കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചപ്പോഴാ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലെന്ന് അമ്മയ്ക്കറിയാം. ഞാൻ എന്താ ചെയ്യണ്ടേ?